സുഹൃത്തുക്കൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്രാമ്പിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ തൂരിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്രാമ്പിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ തൂരിൽ എല്ലാവർക്കും സുപരിചിതനായ സ്രാമ്പിക്കൽ മാനൊക്കെയാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ആലക്കാട് എന്നാണ്. പക്ഷേ ഈ ഒരു സ്രാമ്പി കാരണം ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വിളിക്കാറ് സ്രാമ്പിക്കൽ മാനു എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ച് നോക്കാം. നിസ്കാരപ്പള്ളിനെ കുറിച്ച് അറിയാനാണ് നമ്മൾ. പള്ളി കുറേ പാക്കലിൽ നിസ്കാരപ്പള്ളിയാണ്. അതിപ്പോൾ നമ്മൾ പിന്നെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് തന്നെ പള്ളി ഇങ്ങനെ ചെറിയൊരു പള്ളിയാണ്. കുറേ പാക്കുണ്ടെന്ന കേട്ട് അതിൻ്റെ മുന്നേ കാരണന്മാർ പറയുന്നത് കേട്ടത് കുറേ പാക്കലിൻ്റെ പള്ളിയാണെന്നില്ലാണ്. പിന്നെ ഈ ഇതിനെ അവിടെ അനുബന്ധിച്ചൊരു കുളം ഉണ്ടായിരുന്നു. പള്ളിൻ്റെ ചാരി ആയിട്ടതിന് നിന്നീന്. അപ്പോൾ ഈ പിന്നെ പെര ഒന്ന് മാറ്റിയപ്പോൾ അത് മാറ്റിയിട്ട് പാടത്തേക്ക് ആക്കിയിട്ട് പുതിയ കുളം കളിച്ചാണ് ഇപ്പോൾ ഇത് നിലവിലെ കുളം. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എത്ര കൊല്ലമായി? ഇത് ഒരു 5-6 കൊല്ലമായിരിക്കും. 5-6 കൊല്ലം. 5 കൊല്ലം ഏതാണ്ട് വയ്ക്കും. പള്ളി പിന്നെ ഒന്നും കാട്ടിയില്ല. പള്ളി വൈക്കോലേന് പഴയ കാലത്ത് അത് മാറ്റി ഓടാക്കി. ഓട് മാറ്റിങ്ങാണ്ട് സീറ്റ് ഇട്ടു. പിന്നെ അതിന്റെ രൂപം മാറ്റിയില്ല. അത് അതേമാതിരി തന്നെ. ചുമരൊക്കെ പഴയ ചുമര. ചുമര് പഴയ തന്നെ. പഴയ ചുമര. മേൽക്കൂര മാത്രമേ ഉള്ളൂ. മേൽക്കൂര മാത്രമേ മാറ്റിയിട്ടുള്ളൂ. കാരണം പഴയ ചുമര് മാറ്റുക ഇത് പിന്നെ ഇത് വാർക്കാൻ വേണ്ടി കണ്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പെരപ്പണിയിൽ. അപ്പൊ ഇത് മണ്ണായതുകൊണ്ട് അത് പറ്റൂല എന്ന് പറഞ്ഞു. ചിലപ്പോ ഇടിഞ്ഞ് ഇതാവുമ്പോ ബെൽറ്റ് കൊടുക്കാൻ പറ്റൂല അങ്ങനെ പിന്നെ സീറ്റ് ഇട്ടാണ് ഞാൻ ഈ പഴയ വര. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോ ഇവിടെ ആ റെയിലിന്റെ അക്കത്തിൽ നമസ്കാരം പള്ളി ഉണ്ടല്ലോ, അതിലും പഴയതാണെന്നാണ് ഞാൻ കേട്ടത്. അതിന്റെ യഥാർത്ഥം എനിക്കറിയില്ല. ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞു നീന്നത്? ഇതിന്റെ നമ്മളൊക്കെ തന്നെ കൈകാര്യം ചെയ്യണല്ലേ. സ്രാമ്പിക്കൽ എന്നുള്ള പേര് ഈ സ്ഥലത്തിന് വരാനില്ലേ കാരണം തന്നെ ഈ ഒരു പള്ളിയാണ്. ഈ സ്ഥലത്തിന് പറഞ്ഞപ്പോ നമ്മളീ താമസിക്കുന്ന ഈ ഏരിയ സ്രാമ്പിക്കൽക്കാർ എന്ന് പറഞ്ഞാല് അറിയുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളെ ശരിക്കും ആലക്കാടനാണ്. പക്ഷെ നിങ്ങള് സ്രാമ്പിക്കൽ മാനു പറഞ്ഞാലേ അറിയുള്ളൂ. സ്രാമ്പി അത്രത്തോളം നിങ്ങളെ പേരിനോട് ചേർന്നു. വൈക്കോലും ചുമന്ന പടുവ് പടുത്ത് പിന്നെ നമ്മള് ചുവന്നെണ്ണോണ്ട് തേച്ച് അതും വൈക്കോലും കൊണ്ട് മേഞ്ഞ് അങ്ങനെ ഒരു ചുറ്റുപാടായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് ഒരു പഴയ ഒരു അജും കുറ്റിയായിട്ടില്ലേ ചെരിഞ്ഞ് ഇരിക്കാനൊരു ഇതൊക്കെ ആയിട്ടില്ല ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കി ഗ്രില്ല് വെച്ചു എന്ന് മാത്രം. അപ്പൊ ഇവിടുത്തെ മൂത്ത കാരണന്മാർക്കൊക്കെ അറിയുന്നുണ്ടാവൂലേ? ഇവിടുത്തെ പഴയ ആളുകൾക്കൊക്കെ അറിയും. പിന്നെ ഇതിന് വല്ല പരിപാടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? പരിപാടികളൊന്നുമില്ല. നിസ്കാരം പിന്നെ വൃത്തിയിൽ കൊണ്ടുനടക്കണം. അത് നമ്മളാണ് അതിന്റെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുനടക്കണേ. ഞാനും അഞ്ചനും ഞങ്ങള് കുടുംബങ്ങള് വേറെ ഇപ്പൊ പുറത്തുനിന്ന് ആരും നിസ്കരിക്കാൻ വരവില്ല. നമ്മളെ നിസ്കാരമൊക്കെ അൽഹംദുലില്ലാഹ് ഇവിടെ തന്നെ നല്ലൊരു ശാന്തമായ പണ്ട് ഇവിടെ പാടങ്ങളും കൃഷി സ്ഥലം ഒക്കെയും മൊത്തം. അത് ഇതില്ല ഇവിടെ വന്നാലും ഇപ്പൊ നമ്മള് ശരിക്ക് പള്ളിച്ചറ കണ്ടിരുന്നു. ഈ പള്ളിക്കെന്നാല് ട്രെയിൻ പോണതും ഏതായാലും ഒരുപാട് നമ്മളെ സ്രാമ്പികൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ സ്രാമ്പിക്കക്കാര് എന്ന് പറഞ്ഞ പെരക്കാരെ ആദ്യമായിട്ടാണ് എല്ലാവരും. നമ്മളത് മൊത്തം അഡ്രസ് അങ്ങനെ മാറുകയാണ്. നമ്മളെ മുന്നേ തന്നെ നമ്മക്ക് ഇത് കൈമാറിയ ആളുകളും സ്രാമ്പിക്കൽ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നിങ്ങളിലേക്കുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഈ ചെറുപ്പകാലത്തുള്ള? കുളം ഞാൻ നീന്തൽ പഠിച്ചിരിക്കുന്നത് ഈ പഴയ കുളത്തുനിന്ന. അന്ന് കുട്ടിമാനാജി ഇങ്ങനെ കൈമ പിടിച്ചിട്ട് ഇങ്ങനെ കുളത്തേക്കാണ് എറിച്ചിലാണ്. നല്ല ആയുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് ചാടിയിട്ട് എടുത്ത് കരമൊക്കെ കയറ്റും. അപ്പൊ അതിന് അങ്ങനെ 2-3 പ്രാവശ്യം കഴിയുമ്പോ തന്നെ നമുക്ക് നീന്തൽ ഏകദേശം കുറച്ചൊക്കെ വെള്ളം കുടിച്ച് അങ്ങനെ ഞങ്ങളെ വളർത്തിക്കണേ. ഞങ്ങളെ വാപ്പയല്ല, കുട്ടിമാനാജിയും പെണ്ണുമതാത്തിയാണ് വളർത്തിക്കണേ. ഇത് യഥാർത്ഥത്തിൽ ഓല മുതലുമാണ്. ഓലി ഞങ്ങൾക്ക് ഞങ്ങളെ പേരിൽ ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പൊ വാപ്പ ഓലെടുത്തതിന് നിന്നീല് പഴയ കാലത്ത്. വാപ്പ ഓൽക്ക് കുട്ടികളുണ്ടായില്ല. വല്യമ്മാന്റെ അനുജത്തിയാണ് ഈ പെണ്ണുമതാത്ത അറിയുന്നത്. ഓൽക്ക് കുട്ടികളുണ്ടായില്ല. അപ്പോൾ പന കൊടുങ്ങാണ്ട് ഇവിടെ കൊടുങ്ങാണ്ട് അങ്ങനെ ഇതായപ്പോൾ പിന്നെ ഇപ്പൊ പെട്ടെന്ന് മരിച്ച പോലെ മുതൽ ഞങ്ങളെ പേരിൽ
ഓല് ഇങ്ങോട്ട് തീരുക ചെയ്ത് ഞങ്ങൾ പറഞ്ഞാൽ 4 ആള്. ആ അങ്ങനെയാണ് കുടുംബ പശ്ചാത്തലം അല്ലേ? ആയിക്കോട്ടെ, ഏതായാലും ഇത് ഉഷാറാക്കി കൊണ്ട് നടക്കണതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരെയാണ്.